Boche Gold and Diamonds. Buy now, pay later. പട്ടാമ്പിയിൽ പാതയോരത്ത് വ്യാപകമായി കക്കൂസ് മാലിന്യം തള്ളിയ നിലയിൽ. പട്ടാമ്പി നഗരത്തിലെ ബൈപ്പാസ് റോഡിലാണ് സംഭവം. മാലിന്യം തള്ളി 3 ദിവസമായിട്ടും നഗരസഭയുടെ ഭാഗത്തു നിന്നും ബ്ലീച്ചിംഗ് പൗഡർ ഇട്ടതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ആക്ഷേപമുയരുന്നുണ്ട്. ബൈപ്പാസ് റോഡിൽ ഫിഷ് മാർക്കറ്റിന് പുറകുവശത്തായാണ് റോഡരികിൽ വലിയ തോതിൽ വാഹനത്തിൽ കൊണ്ടുവന്ന കക്കൂസ് മാലിന്യം ഒഴുക്കിവിട്ടത്. യാത്രയ്ക്കും പ്രഭാത സവാരിക്കുമൊക്കെ നിരവധി ആളുകൾ ഉപയോഗിക്കുന്ന വഴിയാണ് മാലിന്യം തള്ളിയതെന്നാണ് പരാതി. 3 ദിവസം മുൻപാണ് മാലിന്യം തള്ളിയതെന്ന് പറയുന്നു. ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ ബന്ധപ്പെട്ട അധികൃതരെ വിവരം അറിയിച്ചു. എന്നാൽ മാലിന്യത്തിന് മുകളിൽ ബ്ലീച്ചിംഗ് പൗഡർ വിതറിയതല്ലാതെ മാലിന്യം നീക്കാനോ മറ്റോ ഉള്ള നടപടികൾ സ്വീകരിച്ചില്ലെന്ന് BJP പ്രവർത്തകർ ആരോപിച്ചു. പട്ടാമ്പി നഗരസഭയിലെ മാർക്കറ്റിന് പുറകുവശത്തുള്ള ബൈപ്പാസിൽ കക്കൂസ് മാലിന്യം തള്ളിയിട്ട് 3 ദിവസങ്ങളായി. ആരോഗ്യ വിഭാഗമോ ഒന്നും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ആ പ്രദേശത്ത് വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ കുറച്ച് ബ്ലീച്ചിങ് പൗഡർ ഇട്ട് പോയതല്ലാതെ ഈ നേരം വരേക്കും ഒരു നടപടിയുമില്ല. ബൈപ്പാസിൻ്റെ ചുറ്റുവട്ടം ചെറിയ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ്. അതിന് പുറമെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആൾപ്പാർപ്പുള്ള വീടുകളുള്ള സ്ഥലം കൂടിയാണ്. ഇത് ക്യാമറ വെച്ച ആളെ പിടിക്കാനോ മുനിസിപ്പാലിറ്റി ഇതുവരെ തയ്യാറായിട്ടില്ല. ഇത് സത്യമായ നടപടി എടുത്തില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരം നടത്താൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. രാത്രിയായാൽ ബൈപ്പാസ് റോഡ് ഇരുട്ടിലാണ്. വഴിവിളക്കുകളില്ലാത്തത് മാലിന്യം തള്ളാനെത്തുന്നവർക്ക് സൗകര്യമാണ്. വഴിവിളക്കുകൾ സ്ഥാപിക്കുന്നതിനൊപ്പം നിരീക്ഷണ ക്യാമറകൾ കൂടി സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.